നമസ്കാരം. നിയമസഭയിൽ KSRTCയുടെ സർവീസ് നയം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ പരസ്യമായി തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കാതെ KSRTC ഒഴിഞ്ഞു മാറണമെന്ന മന്ത്രിയുടെ നിലപാടിനോടാണ് മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഇത്തരമൊരു നയം സ്വീകരിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. KSRTCയുടെ വരുമാനം വർദ്ധിച്ചതിന്റെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രി സംസാരിച്ചത്. സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽ കയറി മത്സരിച്ചോടുന്ന പതിവ് അവസാനിപ്പിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാദം. സ്വകാര്യ ബസ്സുടമകളും ടാക്സ് അടയ്ക്കുന്നവരാണ്, അവരും ബിസിനസ് നടത്തട്ടെ. മത്സരയോട്ടം ഒഴിവാക്കി നമ്മൾ മലയോര മേഖലകളിലും മറ്റും ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ കളക്ഷൻ കൂടിയെന്ന മന്ത്രിയുടെ പരാമർശമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. മന്ത്രിയുടെ വാക്കുകൾ അവസാനിക്കും മുൻപേ ഇടപെട്ട മുഖ്യമന്ത്രി സ്വകാര്യ ബസ്സുകളുള്ള റൂട്ടുകളിൽ നിന്നും KSRTC പിൻവാങ്ങുക എന്നത് സർക്കാരിന്റെ നയമല്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി. അനാരോഗ്യകരമായ മത്സരം ഒഴിവാക്കേണ്ടത് ശരിയാണെങ്കിലും സ്വകാര്യ ബസ്സുകൾ ഓടുന്നിടത്ത് KSRTC വേണ്ടെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുമെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. അത്തരമൊരു സമീപനം സർക്കാരിന് സ്വീകരിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടിന് പിന്നാലെ മന്ത്രി ഗണേഷ് കുമാർ വിശദീകരണവുമായി രംഗത്തെത്തി. താൻ പറഞ്ഞത് എല്ലാ റൂട്ടുകളിൽ നിന്നും മാറിക്കൊടുക്കണമെന്നല്ലായിരുന്നു എന്നാണ് മന്ത്രിയുടെ തിരുത്തൽ. ബംഗളൂരു റൂട്ടിലടക്കം സ്വകാര്യ ബസ്സുകളുടെ കുത്തക തകർത്താണ് KSRTC മുന്നേറുന്നതെന്നും ലാഭകരമല്ലാത്ത മത്സരത്തെക്കുറിച്ച് മാത്രമാണ് താൻ സൂചിപ്പിച്ചതെന്നും മന്ത്രി സഭയിൽ വിശദീകരിച്ചു. എങ്കിലും സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിയും തമ്മിൽ നയപരമായ കാര്യത്തിൽ സഭയ്ക്കുള്ളിൽ ഉടക്കിയത് ഭരണപക്ഷത്തും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും KSRTC വലിയ ലാഭമാണ് അടുത്ത കാലത്തായി ഉണ്ടാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം KSRTCയുടെ പരാധീനതകൾ തീരുന്നില്ല എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും KSRTC സ്റ്റാൻഡുകൾക്കുൾപ്പെടെയുണ്ട്. ദിനംപ്രതി 1000ഓളം ബസ്സുകൾ വന്നു പോകുന്ന കോഴിക്കോട് KSRTC ടെർമിനലിലെ ജീവനക്കാരുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ്. സ്റ്റാൻഡിനുള്ളിലെ അശാസ്ത്രീയമായ നിർമ്മാണവും വായു സഞ്ചാരമില്ലായ്മയും കാരണം ശ്വാസം മുട്ടിയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. വായു സഞ്ചാരമില്ലാത്ത സ്റ്റാൻഡിനുള്ളിലേക്ക് ബസ്സുകൾ കയറുമ്പോഴും ദീർഘദൂര ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് അടങ്ങിയ പുക നേരിട്ട് ഓഫീസുകളിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കോഴിക്കോട് KSRTC ടെർമിനലിൽ നിന്നും കാണാൻ സാധിക്കുക. ബസ്സുകൾ ബോർഡ് വെച്ച് നിർത്തുന്നതിന് തൊട്ടു മുന്നിലായാണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, റിസർവേഷൻ കൗണ്ടർ, ലോജിസ്റ്റിക് കൗണ്ടർ എന്നിവ പ്രവർത്തിക്കുന്നത്. ഇത് ജീവനക്കാരെ നേരിട്ട് പുക ശ്വസിക്കാൻ നിർബന്ധിതരാക്കുന്നു. കെട്ടിടത്തിനുള്ളിലെ ചൂടും പുകയും പ്രതിരോധിക്കാൻ ഓഫീസുകളിൽ AC സംവിധാനമില്ല. ഇത് ജീവനക്കാരിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. KSRTC ജീവനക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കുമെന്നും ഓഫീസുകൾ നവീകരിച്ച് ശീതീകരിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിലും കോഴിക്കോട് ഡിപ്പോയുടെ കാര്യത്തിൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് ജീവനക്കാരുടെ തീരുമാനം. സ്റ്റാൻഡിനുള്ളിലെ വായു സഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനും ഓഫീസുകൾ ശീതീകരിക്കുന്നതിനും സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം.